Hey guys, welcome back to my channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഐലൈനർ ഉപയോഗിച്ച്, അതായത് ലിക്വിഡ് ഐലൈനർ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്കൊരു വിങ്ഡ് ഐലൈനർ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാക്മേയുടെ ലിക്വിഡ് ഐലൈനർ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലാക്മേയുടെ തന്നെ കാജലും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ലിക്വിഡ് ഐലൈനർ ആണോ അവൈലബിൾ, ഏത് കാജലാണോ അവൈലബിൾ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൽ ഒത്തിരി പ്രോഡക്റ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ബാക്കി വരുന്ന പ്രോഡക്റ്റ് അതിലേക്ക് മാറ്റിയിട്ട് ആ ബ്രഷിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം എടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ലോവർ ലാഷ് ലൈൻ ഒരു ഗൈഡ് മാതിരി എടുത്തിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ലോവർ ലാഷ് ലൈൻ മുകളിലോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്ര നീളത്തിനാണോ നമ്മുടെ വിങ് വേണ്ടത്, നമ്മുടെ വാൽ എത്ര നീളത്തിന് വേണോ അതനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ അപ്പർ ലാഷ് ലൈനിൽ നമ്മുടെ കൺപീലിയോട് ചേർന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. ഈ ലൈൻ നമ്മുടെ നേരത്തെ വരച്ച ലൈനുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണം. സ്കിന്ന് കാണാത്ത രീതിയിൽ നന്നായിട്ട് വരച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് കാണാൻ ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നർ കോർണേഴ്സിൽ വളരെ തിന്നായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. വളരെ തിന്നായിട്ട് നേരത്തെ വരച്ച ലൈനുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. തിക്നെസ് ഉണ്ടാവാൻ പാടില്ല, വളരെ തിന്നായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്ര തിക്നെസ്സിനാണോ നിങ്ങളുടെ ലൈൻ വേണ്ടത് അതനുസരിച്ച് വരയ്ക്കുക. ആ വരച്ച ലൈൻ ഔട്ടർ കോർണേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും നേരത്തെ വരച്ച നമ്മുടെ വാലില്ലേ, അതിലൊരു ട്രയാങ്കിൾ മാതിരി കൊണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഇപ്പോൾ കാണുന്ന പോലെ ഒരു ട്രയാങ്കിൾ മാതിരി കൊണ്ട് വരയ്ക്കുക. ഇതിനെയാണ് നമ്മൾ പിന്നെ ഒരു വിങ്ഡ് ഐലൈനർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഗൈഡ് മാതിരി എടുക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് എത്ര തിക്നെസ്സിന് വേണ്ടോ അതനുസരിച്ച് ഫില്ല് ചെയ്ത് എടുത്താൽ നമ്മുടെ വിങ്ഡ് ഐലൈനർ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യമേ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാടായിരിക്കും. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ച് നമ്മുടെ വിങ്ഡ് ഐലൈനർ നല്ല ഭംഗിയായിട്ട് വരും. അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആദ്യം ചെയ്തെന്ന് പറഞ്ഞ് കിട്ടിയെന്ന് വരില്ല. എപ്പോഴും ചെയ്ത് വേണം അതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്നർ കോർണേഴ്സിൽ കാജൽ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടാനായിട്ട് ലൈനർ ഉപയോഗിച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം. ഇനി കയ്യിലുള്ള മസ്കാര ഉപയോഗിച്ച് കൺപീലിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകളിലും താഴെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ലോവർ ലാഷ് ലൈനിൽ കാജൽ ഉപയോഗിച്ച് ഇന്നർ കോർണേഴ്സിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഔട്ടർ കോർണേഴ്സിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ, വേണമെങ്കിൽ ലോവർ ലാഷ് ലൈൻ മൊത്തവും കാജൽ ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.